ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചു എന്ന കേസിൽ റിമാൻഡിലായ ബോബി ചെമ്മണ്ണൂർ ഇന്ന് തന്നെ ജാമ്യാപേക്ഷ നൽകും. ഹൈക്കോടതിയിലാകും ജാമ്യാപേക്ഷ നൽകുക. ഹർജി അടിയന്തരമായി പരിഗണിക്കാനും അപേക്ഷ നൽകും. ഷബ്ന സിയാദുണ്ട്. ഷബ്ന, വിവരങ്ങൾ. ആതിര, ബോബി ചെമ്മണ്ണൂരിനെ ഇന്നലെ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിക്കുകയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാനാണ് ബോബി ചെമ്മണ്ണൂരിന്റെ നീക്കം എന്നാണ് അഭിഭാഷകരിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഹൈക്കോടതിയെ സമീപിച്ച് ഇന്ന് അടിയന്തരമായി ഹർജി സമർപ്പിക്കുകയും ഇന്ന് തന്നെ ബെഞ്ചിൽ കൊണ്ടുവരാനുമാണ് അഭിഭാഷകർ നീക്കം നടത്തുന്നത്. ജില്ലാ കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിച്ച, അതായത് സെഷൻസ് കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിച്ചാൽ കൂടുതൽ ദിവസം വൈകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് അഭിഭാഷകരുടെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഇന്ന് തന്നെ അടിയന്തരമായി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് മുമ്പാകെ എത്തുകയും തുടർന്ന് ഇതിൽ അടിയന്തരമായി തന്നെ ഇടക്കാല ജാമ്യം ആവശ്യപ്പെടുകയും ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഇടക്കാല ജാമ്യം അനുവദിച്ചില്ലെങ്കിൽ ഇതിന്റെ നടപടികൾ ഇനി പോലീസിനോട് വിശദീകരണം തേടുക എന്നതായിരിക്കും അടുത്ത നടപടി. പോലീസിനോട് വിശദീകരണം തേടി 2 ദിവസത്തിനകം, അതായത് ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്, നാളെ ശനി ഞായർ അവധി ദിവസമാണ്, കോടതി അവധി ദിവസമാണ്. അങ്ങനെയെങ്കിൽ ചൊവ്വാഴ്ചയോ മറ്റോ പോലീസിന്റെ വിശദീകരണം ലഭിച്ചാൽ ബുധനാഴ്ചയെങ്കിലും ഈ ജാമ്യാപേക്ഷയിൽ തീർപ്പാക്കാൻ അല്ലെങ്കിൽ ആക്കും എന്ന രീതിയിലാണ് അഭിഭാഷകർ വിലയിരുത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. എന്നാൽ സെഷൻസ് കോടതിയിലാണെങ്കിൽ കൂടുതൽ ദിവസത്തേക്ക് വൈകാനുള്ള സാധ്യതയുണ്ട്. ഇത് 14 ദിവസത്തേക്കാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ ദിവസം ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ കഴിയേണ്ട സാഹചര്യവും വരും. കോടതിയിൽ നിന്നും അനുകൂല തീരുമാനമുണ്ടാകാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ജാമ്യാപേക്ഷയിൽ വിധി പറയാനോ കൂടുതൽ ദിവസങ്ങൾ വൈകും എന്നതുകൂടി കണക്കിലെടുത്താണ് ഹൈക്കോടതി ജാമ്യാപേക്ഷ നൽകാം എന്ന തീരുമാനത്തിൽ അഭിഭാഷകർ എത്തിയിട്ടുള്ളത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ ഹൈക്കോടതി അടിയന്തരമായി ഈ വിഷയം പരിഗണിക്കുകയും ആ രീതിയിൽ ഇടക്കാല ജാമ്യം അനുവദിക്കുകയും ചെയ്തില്ലെങ്കിൽ മിനിമം 5 ദിവസമെങ്കിലും ബോബി ചെമ്മണ്ണൂർ ജയിലിൽ തുടരേണ്ടി വരും. ഇനിയിപ്പോൾ പോലീസ് ഏതെങ്കിലും തരത്തിൽ കസ്റ്റഡി അപേക്ഷയോ മറ്റോ നൽകുന്നുണ്ടെങ്കിൽ അത് മജിസ്ട്രേറ്റ് കോടതിയിൽ മാത്രമേ നൽകാൻ കഴിയൂ. ഹൈക്കോടതിയിൽ അത്തരത്തിൽ ഈ കസ്റ്റഡി അപേക്ഷയോ മറ്റോ നൽകാൻ കഴിയില്ല. മജിസ്ട്രേറ്റ് കോടതിയിൽ സമീപിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ജാമ്യാപേക്ഷയെ എതിർത്ത് കസ്റ്റഡി അപേക്ഷ നൽകാൻ സാധിക്കില്ല. ജാമ്യാപേക്ഷ ഒരു പക്ഷേ ഹൈക്കോടതിയിൽ തന്നെയാകും പരിഗണിക്കുക. ഇന്നലെ പ്രോസിക്യൂഷൻ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ വേണം എന്നൊരാവശ്യം ഉന്നയിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലില്ല. അതിനാൽ പോലീസ് ഒരു പക്ഷേ കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതായാലും ഹൈക്കോടതിയിൽ തന്നെയായിരിക്കും ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യാപേക്ഷ സമർപ്പിക്കുക എന്ന വിവരമാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്നത്. വിശദാംശങ്ങൾ നൽകിയത്.